നമ്മൾ ഇന്ന് അളവെടുത്ത് എങ്ങനെയാണ് ഒരു ചുരിദാർ വെട്ടുന്നതെന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അളവുകൾ ആദ്യം നമുക്ക് പറയാം. ഇറക്കം 38, വണ്ണം 32, പിന്നെ ഇടവണ്ണം വേണം 28, പിന്നെ സ്ലിറ്റ് സൈഡ് ഓപ്പൺ ആണല്ലോ, സ്ലിറ്റ് ഇറക്കം 18, പിന്നെ അരവണ്ണം വേണം ഒതുക്കി തയ്ക്കാനായിട്ട്, അരവണ്ണം 32, ഷോൾഡർ 13, ഫ്രണ്ട് കഴുത്ത് 6 ഇഞ്ച്, ബാക്ക് കഴുത്ത് ഞാനിവിടെ 5 ആണ് എഴുതിയിരിക്കുന്നത്. 4 ഇടാം, 3.5 ഇടാം, 5.5 ഇടാം. അവനവൻ്റെ ഇഷ്ടമുള്ള കഴുത്ത് ബാക്ക് കഴുത്ത് ഇറക്കി കൂട്ടി കൊടുക്കാം. ഇത്രയും അളവുകൾ വേണം. അപ്പം നമുക്ക് അളവുകൾ ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പം നമ്മളിവിടെ പറയുന്നത് 0-2, 1-3, അതായത് തുണി വീതി 0-2, 1-3, അത് തുണി വീതിയാണ്. കാരണം തുണി 4ആയിട്ട് മടക്കി ഇട്ടാൽ അതിന് വീതിയുണ്ടല്ലോ, അതനുസരിച്ച് മടക്കി ഇട്ടേക്കുകയാണ്. പിന്നെ ഇനി അളവുകൾ പറയാൻ പോവുകയാണ്. 0-6, 7-8, 10-16, 1-15, ഇതെല്ലാം ഒരളവാണ്. അതായത് വണ്ണമാണ്. നമുക്ക് വണ്ണം കാണാൻ എത്രയാണോ വണ്ണം അതിൻ്റെ 4-1 കണ്ടിട്ട് 2 ഇഞ്ച് കൂട്ടണം. 4-1 പറയുന്നത് നമ്മൾ ഫ്രണ്ട് പീസ് തന്നെ വെട്ടിയെടുക്കുവാണെങ്കിൽ 2ആയിട്ട് മടക്കും, ബാക്ക് പീസ് ആണെങ്കിലും 2ആയിട്ട് മടക്കിയാണ് വെട്ടുന്നത്. അപ്പോൾ അതാണ് ഈ 4-1 പറയുന്നത്. ഈ 4-1 ഭാഗം കണ്ടാണ് നമ്മളിത് മടക്കിയിട്ട് വെട്ടുന്നത്. അതുകൊണ്ടാണ് ഈ 4-1 കാണണം എന്ന് പറയുന്നത്. തുണിയാണെന്ന് കണ്ടോ. അപ്പോൾ ഇത് നമ്മളിതനുസരിച്ച് വണ്ണം അനുസരിച്ച് കണ്ടിരിങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ട് പിന്നെ നമ്മളത് 4ആയിട്ട് മടക്കിയിട്ടിട്ടാണ് നമ്മൾ തുണി വെട്ടുന്നത്. അപ്പോൾ ഇത് തുണി വീതിയായിട്ട് വരും, ഈ ബാക്കി തുണിയായിട്ട് വരും. അപ്പോൾ അതിൽ നിന്നും ഞാൻ 0-2, 10-16, 1-3, അതാണ് ഞാനിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. 0-2, 7-8, 10-16, 1-15, അതാണ്. ഇപ്പം നമ്മളിവിടെ വണ്ണം 32 ആണ്. 32 ഭാഗം 4, 8. 8ൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടി 10 ഇഞ്ച് വണ്ണം അടയാളം ചെയ്തു. 0-6, 7-8, 10-16, 1-15, ബാക്കി നമുക്ക് തുണി വീതിയായിട്ട് ഞാൻ ഇപ്പുറത്ത് മാറ്റിയേക്കുക. അപ്പോൾ അത്രയും. അപ്പം എത്ര വണ്ണമുള്ള ഒരാളാണെങ്കിലും നമുക്കിത് വെട്ടാം. വണ്ണത്തിൻ്റെ 4-1 എത്രയാണോ വണ്ണം അതിൻ്റെ 4-1 കണ്ടിട്ട് 2 ഇഞ്ച് കൂട്ടണം. 32 ആണെങ്കിൽ 32ൻ്റെ 4-1 കാണണം, 40 ആണെങ്കിൽ 40ൻ്റെ 4-1 കാണണം, 36 ആണെങ്കിൽ 36ൻ്റെ 4-1 കാണണം. എത്ര വണ്ണമാണോ അതിൻ്റെ 4-1 കണ്ടിട്ട് 2 ഇഞ്ച് കൂട്ടുന്ന എന്തിനാണ്? നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയാണ്. ആ 2 ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ട് വരയ്ക്കുക. ഇറക്കമാണ് 0-1, 6-15, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 0-1, 6-15 ഇറക്കമാണ്. എത്രയാണോ ഇറക്കം പ്ലസ് 2 ഇഞ്ച് കൂട്ടി കൊടുക്കണം. എത്രയാണോ ഇറക്കം പ്ലസ് 2 ഇഞ്ച് കൂട്ടി കൊടുക്കണം. 2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോൾഡർ അടിക്കും, പിന്നെ താഴ്വശം അടിക്കും. നമ്മൾ സാധാരണ തയ്ച്ച് നോക്കിയിട്ട് ഒന്ന് അളന്ന് നോക്കിയിട്ട് വേണം അരി കടിക്കാൻ. 1/2 ഇഞ്ച് ഇറക്കം കൂടുതലുണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം തയ്ക്കാൻ. അപ്പോൾ എത്രയാണോ ഇറക്കം അതിൻ്റെ കൂടെ പ്ലസ് 2 ഇഞ്ച് കൂട്ടി കൊടുക്കണം. എപ്പോഴും ഈ 2 ഇഞ്ച് കൂട്ടുന്നത് തയ്യൽ തുമ്പിന് വേണ്ടിയാണ്. അപ്പോൾ 2 ഇഞ്ച് കൂട്ടി, അപ്പോൾ ഇറക്കവും നമുക്ക് വണ്ണവും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് 7-8 ഞാൻ പറഞ്ഞായിരുന്നു. 4-1 വണ്ണം പ്ലസ് 2 ഇഞ്ചാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഫുൾ വണ്ണം പ്ലസ് 2 ഇഞ്ച് കൂട്ടിയാണ്. നമ്മൾ ചുരിദാർ ഷേപ്പ് അനുസരിച്ച് തയ്ക്കണമെന്നുണ്ടെങ്കിൽ 7-14, ആ 14ലോട്ട് നമ്മൾ പോയിന്റ് കൊടുക്കണം. 4-1 വണ്ണം പ്ലസ് 1/2 ഇഞ്ച്. അതായത് ഒരു സൈഡിൽ 1/2 ഇഞ്ച് കൊടുക്കുമ്പോൾ 4 സൈഡും കൂടെ കൂടുമ്പോൾ നമുക്ക് 2 ഇഞ്ച് വണ്ണം കിട്ടും. സാധാരണ ഒരു ലൂസായിട്ട് 2 ഇഞ്ച് വണ്ണം മതി. കൂടുതൽ ലൂസായിട്ട് ഇടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ 1/2 എന്നുള്ളത് 1 ഇഞ്ച് ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടക്കും കൂടെ നമുക്ക് വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. ഇപ്പം ഇത് 2 ഇഞ്ച് അളവുണ്ട്. പക്ഷേ നമുക്ക് 7-14 നമ്മൾ അടയാളം ചെയ്തിരിക്കുന്നത് 4-1 വണ്ണം പ്ലസ് 1/2 ഇഞ്ച് പോയിന്റ് ചെയ്തല്ലോ. അപ്പോൾ ഇവിടെ 8, 4-1 വണ്ണം പ്ലസ് 2 ഇഞ്ചാണ്. നമ്മൾ ഷേപ്പ് ചെയ്യാൻ നേരത്ത് നമ്മൾ 4-1 വണ്ണം പ്ലസ് 1/2 ഇഞ്ച് അവിടെ കൊടുത്തു. അപ്പം മുകളിലത്തെ വണ്ണം ഷേപ്പ് ചെയ്യാനുള്ളത് നമുക്ക് മനസ്സിലായി. ഇനിയും 9-12 എന്ന് പറഞ്ഞാൽ ഇവിടെ 0-9
ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. 0 to 9 എന്ന് പറയുന്നത് നമ്മുടെ ഇടയിറക്കമാണ്. അതായത് ഷേപ്പ് ചെയ്യാനുള്ള ഇടയിറക്കം. അതായത് പിന്നെ ഈ അരയുടെ മുകളിലായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യുമല്ലോ, അവിടെ വരെയുള്ള ഇറക്കമാണ്. അവിടെയും 0 to 9 എന്ന് പറയുന്നത് ഇടയിറക്കമാണ്. അപ്പം ആ ഇടയിറക്കം എത്രയാണോ അത് ഈ സൈഡിൽ പോയിന്റ് ചെയ്യുക. ഇപ്പുറത്തോട്ടെ 9 to 12 എന്ന് പറഞ്ഞാൽ ഇടവണ്ണം. അപ്പം നെഞ്ചുവണ്ണം 32 ഇവിടെ വന്നിരിക്കുന്നത്. ഇടവണ്ണം നമ്മൾക്ക് വന്നിരിക്കുന്നത് 28 ഉള്ളൂ. അപ്പോൾ ആ 28ൻ്റെ 4 പ്ലസ് അരയിഞ്ച് എടുക്കണം. ഇവിടെ നെഞ്ചുവണ്ണം പ്ലസ് 4 വണ്ണം പ്ലസ് അരയിഞ്ച് ഷേപ്പ് ചെയ്യാൻ എടുത്തു. ഇവിടെ 9 to 12 വരുമ്പോൾ ഇടവണ്ണം എത്രയുണ്ടോ അതിൻ്റെ 4 കണ്ടിട്ട് അരയിഞ്ച് നമ്മൾ പോയിന്റ് ചെയ്തു. ഇവിടെ 4 വണ്ണം പ്ലസ് അരയിഞ്ച് ഇവിടെ പോയിന്റ് ചെയ്തു. ഇവിടെ ഇടവണ്ണത്തിൻ്റെ 4 പ്ലസ് അരയിഞ്ച് ഇവിടെ പോയിന്റ് ചെയ്തു. ഇനിയും 0 to 10 എന്ന് പറയുന്നത് സ്ലിറ്റാണ്. അതായത് നമ്മൾക്ക് സൈഡിൽ ഓപ്പൺ കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് 0 to 10, 6 to 16 എന്ന് പറഞ്ഞാൽ സ്ലിറ്റ് ഇറക്കമാണ്. അപ്പോൾ സ്ലിറ്റ് ഇറക്കം എന്ന് പറയുമ്പോൾ ചിലർക്ക് 18 ഉണ്ട്, ചിലർക്ക് 19 ഉണ്ട്, ചിലർ പറയും ഇച്ചിരി കൂടെ ഇറക്കി തയ്ക്കാൻ പറയും, ചിലർ 20 ഇടും. അപ്പോൾ അത് അവരവരുടെ അളവനുസരിച്ചുള്ള ഇറക്കം എടുക്കുക. സ്ലിറ്റ് ഇറക്കം 0 to 10, 6 to 16 സ്ലിറ്റ് ഇറക്കം. അപ്പോൾ സ്ലിറ്റ് ഇറക്കം ഇവിടെ പോയിന്റ് ചെയ്തെങ്കിലും നമ്മൾ 10 to 11 എടുക്കുമ്പം എത്രയാണോ സ്ലിറ്റ് വണ്ണം, അതായത് അരവണ്ണം എത്രയാണോ അതിൻ്റെ 4 കണ്ടിട്ട് അരയിഞ്ച് പോയിന്റ് ചെയ്യണം. ഇപ്പുറത്ത് ഫുൾ വണ്ണം കിടപ്പുണ്ട്. ഇവിടെ ഷേപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? 10 to 11 എടുക്കുമ്പോൾ 4 വണ്ണം പ്ലസ് അരയിഞ്ച്. ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കാം. 7 to 14 എടുക്കുമ്പോൾ 4 വണ്ണം പ്ലസ് അരയിഞ്ച്. 4 വണ്ണം എന്ന് പറയുമ്പോൾ ചെസ്റ്റ് വണ്ണമാണ്. ചെസ്റ്റ് വണ്ണം പ്ലസ് അരയിഞ്ച്. 9 to 12 എടുക്കുമ്പോൾ ഇടവണ്ണം എത്രയാണോ അതിൻ്റെ 4 കണ്ടിട്ട് അരയിഞ്ച് എടുക്കുക. 10 to 11 എടുക്കുമ്പോൾ 4 അരവണ്ണം പ്ലസ് അരയിഞ്ച്. ഇത്രയും നമുക്ക് ഷേപ്പ് ചെയ്യാനുള്ളതാണ്. ഇപ്പുറത്ത് നമ്മൾക്ക് 4 വണ്ണം പ്ലസ് 2 ഇഞ്ച് കിടപ്പുണ്ട് അല്ലേ? അതിൽ നിന്നും നമ്മൾ ഷേപ്പ് അടിക്കാൻ വേണ്ടിയാണ് ഈ അരയിഞ്ച് 4 വണ്ണം പ്ലസ് അരയിഞ്ച്. ഇവിടെ 4 വണ്ണം പ്ലസ് അരയിഞ്ച്, ഇവിടെ 4 വണ്ണം പ്ലസ് അരയിഞ്ച്. അപ്പം നമ്മൾക്ക് ഇപ്പുറത്ത് 1.5 ഇഞ്ച് സ്ഥലം, ഇവിടെ 1.5 ഇഞ്ച് വീതിക്ക് ഇവിടെ കിടപ്പുണ്ട്. ഇതിനിടയ്ക്കൂടെ നമുക്ക് വേണമെങ്കിൽ 2 അടിപ്പ് അടിക്കാം, വണ്ണം കൂട്ടാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ലിറ്റ് 10 to 16 സ്ലിറ്റ് വണ്ണം അരയിഞ്ചേ അടിക്കത്തുള്ളൂ. ഇവിടെ 1.5 ഇഞ്ച് കിടപ്പുണ്ട്. ഈ 1.5 ഇഞ്ചിൽ ഇവിടെ പോയിന്റ് കൊണ്ട് നിർത്തുമ്പോൾ നമ്മൾക്ക് ബാലൻസ് തുണിയുണ്ട്. ഇതകത്തോട്ട് മടക്കിയാണ് നമ്മൾ സ്ലിറ്റ് ഇവിടെ അടിച്ചു കൊടുക്കുന്നത്. അത് തയ്ക്കുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇത്രയും മനസ്സിലായോ? വണ്ണ ഷേപ്പ് അനുസരിച്ച് ഇനിയും കഴുത്ത് നമുക്ക് നോക്കാം. 0 to 4 കഴുത്തകലമാണ്. 0 to 4 കഴുത്തകലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും 2 ഇഞ്ച് 2.5 ഇഞ്ച് എടുക്കണോ അല്ലെങ്കിൽ 3 ഇഞ്ച് എടുക്കണോ അങ്ങനെയൊന്നുമില്ല. കഴുത്തിൻ്റെ അകലം കാണാൻ എത്രയാണോ വണ്ണം ആ വണ്ണത്തിൻ്റെ 12 നമ്മൾ കാണുക. വണ്ണം 12 എത്ര വണ്ണം ഉണ്ട്? 36 ആണെങ്കിൽ 36ൻ്റെ 12 കാണുക, 28 ആണെങ്കിൽ 28ൻ്റെ 12 കാണുക. അപ്പം നമുക്ക് കഴുത്തകലം കിട്ടും. ഇപ്പോൾ കൊച്ചു പിള്ളേർക്ക് 2 ഇഞ്ച് എടുക്കാൻ പറഞ്ഞാൽ കുഞ്ഞു പിള്ളേർക്ക് അത് ഇറങ്ങിപ്പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വണ്ണം എത്രയാണ് വണ്ണം അതിൻ്റെ 12 ആണെങ്കിൽ നമുക്ക് ഈ കഴുത്തിൻ്റെ അകലം നമ്മൾക്ക് ഇവിടെ കിട്ടും. ഈ 0 to 4, അതായത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് 0 to 4 12 വണ്ണം. അവിടെ ഞാൻ എഴുതിയേക്കാം കഴുത്തകലം. കഴുത്ത് അകലം കാണാനാണ്. ഇനിയും 0 to 17 എന്ന് പറയുന്നത് ബായ്ക്ക് കഴുത്താണ്. ബായ്ക്ക് കഴുത്ത് ചിലർ കയറിയിരിക്കുന്നവരോട് 4 ഇഞ്ച് ഇടാം, 4.5 ഇഞ്ച് ഇടാം, 5 ഇഞ്ച് ഇടാം. അത് അവനവൻ്റെ അളവനുസരിച്ച് ഇഷ്ടമനുസരിച്ച് എടുക്കാം. പിന്നെ 0 to 18 സാധാരണ വരുന്നത് ഒരു 5.5-6 ഇഞ്ചാണ് കഴുത്ത്. ഇച്ചിരി ലെങ്ത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 6.5, 7 ഇടും. അപ്പോൾ അവനവൻ്റെ അളവെടുക്കുമ്പോൾ അവനവൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള കഴുത്തകലം ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കഴുത്തകലം കിട്ടി, കഴുത്തിറക്കം കിട്ടി. കഴുത്തകലം കാണാൻ എത്രയാണോ വണ്ണത്തിൻ്റെ 12 കണ്ടാൽ നമുക്ക് കഴുത്തകലവും കിട്ടി. ഇനി ഷോൾഡറാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. 0 to 5 ഷോൾഡർ എടുക്കാനുള്ള അളവാണ്. അപ്പം നമ്മൾ ഈ കഴുത്തിറങ്ങുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ ഇവിടെ കറക്റ്റ് ഷോൾഡറിൻ്റെ പകുതി എടുക്കരുത്. പകുതി എടുത്താൽ നമ്മളിത് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് 0 to
5 അതായത് ഷോൾഡർ കാണാൻ എത്രയാണോ ഷോൾഡർ അതിൻ്റെ പകുതി കണ്ടിട്ട് 1 ഇഞ്ച് കുറച്ച് വെട്ടണം. ഹാഫ് ഷോൾഡർ മൈനസ് 1 ഇഞ്ച്. 0-5 എത്രയാണോ ഷോൾഡർ അതിൻ്റെ പകുതി കണ്ടിട്ട് മൈനസ് 1 ഇഞ്ച് കുറയ്ക്കണം. 1 ഇഞ്ച് കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ ഈ കഴുത്ത് ബാക്ക് കഴുത്ത് ഇറങ്ങുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോകാതിരിക്കാനായിട്ട് ഇവിടെ 1 ഇഞ്ച് നമ്മൾ കുറച്ച് കൊടുക്കും. അല്ലെങ്കിൽ ഷോൾഡർ താന്ന് ഇറങ്ങിക്കിടക്കും. അതുകൊണ്ടാണ് 1 ഇഞ്ച് കുറച്ച് വെട്ടണം. ഇപ്പോൾ ഷോൾഡർ 13 ആണെങ്കിൽ അതിൻ്റെ പകുതി 6.5 അപ്പം നമ്മൾ മൈനസ് 1 ഇഞ്ച് കുറച്ച് കൊടുത്തിട്ട് 5.5 പോയിൻ്റ് ചെയ്തിട്ട് കഴുത്തകരം എടുത്തിട്ട് ബാക്കി നമുക്ക് ഷോൾഡർ വീതിയായിട്ട് കിട്ടും. ഇപ്പോൾ 14 വ്യക്തി ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേർപകുതി 7 നമ്മൾ അതിൽ നിന്ന് മൈനസ് 1 കുറച്ചിട്ട് 6 എടുത്താൽ മതി. 6 എടുത്തിട്ട് നമ്മൾ ഇവിടെ കഴുത്തകലം കണ്ടിട്ട് ബാക്കി നമുക്ക് ഷോൾഡറിൻ്റെ വീതിയായിട്ട് കിട്ടും. പിന്നെ ഒരിടത്തർ പറയും ബൈഡ് നല്ലതുപോലെ കഴുത്ത് ഇറങ്ങി, അന്നേരവും നമ്മൾക്ക് ഈ അളവ് തന്നെ മതി. കാരണം എത്രയാണോ ഷോൾഡർ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നമ്മൾ 2 ഇത് മടക്കി ഇട്ടേക്കുമല്ലേ, അതുകൊണ്ടാണ് പകുതി എടുക്കാൻ പറയുന്നത്. ഈ പകുതി എടുത്തിട്ട് നമ്മൾക്ക് മൈനസ് 1 ഇഞ്ച് കുറച്ച് കൊടുക്കണം. അപ്പോൾ ഷോൾഡറും കഴുത്തിറക്കവും കിട്ടിയല്ലോ. ഇനി നമ്മൾക്ക് വേണ്ടത് കൈക്കുഴിയാണ്. കൈക്കുഴി അപ്പോൾ ചുരിദാറിന്ന് കട്ടിങ് ബ്ലൗസിൻ്റെയൊക്കെ കൂട്ടൊന്നും ഇറുകിയിരിക്കണ്ടല്ലോ. അന്നേരം എന്ത് ചെയ്യണം, 6 വണ്ണം നമ്മൾ ബ്ലൗസിനൊക്കെ 6 വണ്ണം, ഇത് പ്ലസ് 1/2 ഇഞ്ചും കൂടെ നമുക്ക് കൂട്ടിക്കൊടുക്കണം. 6-8 0-7. അപ്പോൾ അത് ഈ 0-7 ഇവിടെ തന്നെ വരയ്ക്കാൻ പറ്റില്ല. അതിനെ ഈ 0-7 6-8 നമ്മൾ 6 വണ്ണം പ്ലസ് 1/2 ഇഞ്ച് ഇവിടെ പോയിൻ്റ് ചെയ്യുക. ഇവിടെ 6-8 6 വണ്ണം പ്ലസ് 1/2 ഇഞ്ച് പോയിൻ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വര ഇവിടോട്ട് വരച്ചു കൊടുക്കുക. ഇവിടെ 0-5 ഹാഫ് ഷോൾഡർ മൈനസ് 1 ഇഞ്ചാണ്. അപ്പോൾ 7-13 ഈ അളവ് തന്നെ ഇവിടോട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഷേപ്പ് വരച്ചു കൊടുത്താൽ ബാക്കി നമുക്ക് കൈക്കുഴി വരയ്ക്കാൻ എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ. 0-2 1-3 തുണി വീതിയാണ്, തുണിയുടെ വീതി. അതിൽ നിന്ന് നമ്മൾക്ക് അതിനകത്തൊരു ചുരിദാർ നമ്മൾ വരയ്ക്കുകയാണ്. 0-1 6-15 എത്രയാണോ ഇറക്കം ആ ഇറക്കത്തിൻ്റെ കൂടെ പ്ലസ് 2 ഇഞ്ച് കൂട്ടിക്കൊടുക്കുക. പിന്നെ വണ്ണം കാണാൻ 0-6 7-8 10-16 1-15 എത്രയാണോ വണ്ണം അതിൻ്റെ 4 കണ്ടിട്ട് പ്ലസ് 2 ഇഞ്ച് കൂട്ടി കൊടുക്കണം. പ്ലസ് 2 ഇഞ്ച് കൂട്ടി നമ്മൾ വേണം തുണിയിലിട്ട് നമ്മൾ വരയ്ക്കാൻ. ഇനിയും അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വണ്ണം കാണാൻ. 7-14 7-14 എന്ന് പറയുന്നത് നെഞ്ചുവണ്ണമാണ് അല്ലേ. ആ നെഞ്ചുവണ്ണം എത്രയാണോ അപ്പോൾ അതിൻ്റെ 4 പ്ലസ് 2 ഇഞ്ച് നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഷേപ്പ് അടിക്കാനായിട്ട് 7-14 4 വണ്ണം പ്ലസ് 1/2 ഇഞ്ച് പോയിൻ്റ് ചെയ്യുക. പിന്നെ ഇനിയും 9-12 അത് ഇടവണ്ണമാണ്. അപ്പോൾ ഇടവണ്ണം നമ്മൾക്കിവിടെ എത്രയാണോ തന്നിരിക്കുന്നത് 28 അതിൻ്റെ 4 കണ്ടിട്ട് പ്ലസ് 1/2 ഇഞ്ച് കൂട്ടിക്കൊടുക്കണം. ഇനിയും 10-11 എന്ന് പറയുന്നത് അരവണ്ണമാണ്. അരവണ്ണം എന്ന് പറഞ്ഞാൽ സ്ലിറ്റ് അടിക്കാൻ അരവണ്ണം വേണം. അപ്പം നമ്മൾ 4 അരവണ്ണം പ്ലസ് 1/2 ഇഞ്ച് അത്രയും മനസ്സിലായോ. അപ്പോൾ ഷേപ്പ് ചെയ്തു. പിന്നെ ഇനിയും കഴുത്ത് അകലം 12 വണ്ണം. ഇത് പിന്നെ ഫ്രണ്ട് കഴുത്ത് ബാക്ക് കഴുത്ത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക. കൈക്കുഴി കാണാൻ 6-8 0-7 6 വണ്ണം പ്ലസ് 1/2 ഇഞ്ച്. തയ്ക്കുന്ന വീഡിയോ അടുത്ത ദിവസം തുണി വെട്ടി തയ്ക്കുന്ന വീഡിയോ ഇടാം.